പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന മരണം എന്ന ആ വിഷയത്തിൻ്റെ അനുബന്ധമായി അടുത്ത ഒരു ഭാഗത്തേക്ക് കടന്നു പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധയോടുകൂടിയ നിങ്ങളുടെ സാന്നിധ്യം, സഹകരണം, ചിന്ത ഒക്കെ ഇതിലുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. വേദപുസ്തകം നിഷ്പക്ഷമായി പഠിക്കാൻ, നിഷ്പക്ഷമായി ഈ ലോകത്തിലെ ദുരുപദേശങ്ങളുമായി തട്ടിച്ചു നോക്കിക്കൊണ്ട് വേദപുസ്തകത്തിൻ്റെ സത്യാവസ്ഥയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിങ്ങളേവരെയും ഈ പഠനം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ആത്മീയ മരണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് മരണത്തിൻ്റെ സ്വഭാവം, മനുഷ്യൻ മരിച്ചാലും അവൻ ജീവിക്കുന്നു, അനന്തമായി ജീവിക്കുന്നു, അവൻ്റെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് മരണത്തോടുകൂടി കടന്നു പോകുന്നു എന്നുള്ളതിനെ സഹായകമായി ഇവർ പ്രസ്താവിക്കുന്ന ചില ഉപദേശങ്ങൾ. ഒന്ന്, മനുഷ്യൻ മരിച്ചത് ആത്മീയമായ മരണമാണ് എന്നുള്ളതാണ്. അപ്പം ആ ആത്മീയ മരണമാണ് ആദാമിന് സംഭവിച്ചതെങ്കിൽ അതിൽ ചില യുക്തിഭംഗങ്ങളുണ്ട്. ആ യുക്തിഭംഗങ്ങൾ എന്താണെന്ന് ആദ്യമേ നമുക്കിന്ന് ചിന്തിക്കാം. ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ആത്മാവിനാൽ അവൻ നമ്മെ ശക്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സംശയമല്ല, ചോദ്യം, ഒരു ആത്മീയ മരണം, ദൈവം ഏദൻ തോട്ടത്തിൽ എന്ത് ശിക്ഷയാണ് ആദാമിന് കൊടുത്തത്? അത് ആത്മീയ മരണമാണോ ശാരീരിക മരണമാണോ? തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് ആത്മീയമായി മരിക്കുമെന്നാണോ ശാരീരികമായി മരിക്കുമെന്നാണോ? നമ്മൾ ഈ ലോകപ്രകാരമുള്ളൊരു കോടതിയുടെ വിധി നാം പരിശോധിച്ചാലും ആ വിധിയിൽ വളരെ കൃത്യതയുണ്ടാകും. ഒരാളെ മരണത്തിന് വിധിച്ചാൽ അവൻ മരിക്കുന്നത് വരെയും തൂക്കിക്കൊള്ളണമെന്നാണ്. ആ മരണശിക്ഷയ്ക്ക് കൊടുക്കുന്ന കൃത്യത, ആ ശിക്ഷയ്ക്ക് കൊടുക്കുന്ന കൃത്യത വളരെ വലുതാണ്. എങ്കിൽ ആദാമിന്, മനുഷ്യവർഗത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ആദാമിന് കൊടുക്കുന്ന ഒരു ശിക്ഷ എത്ര കൃത്യമായ, ക്ലിയറായിട്ട്, വ്യക്തതയോടുകൂടി ആദാമിന് അറിയിക്കണം. എന്നാൽ ആദാമിന് കൊടുത്ത ഈ ശിക്ഷാവിധിയിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ആത്മീയ മരണത്തിൻ്റെ ഒരു ചെറിയ സൂചനയെങ്കിലും, ഒരു ലാഞ്ചനയെങ്കിലും അവിടെ ഉണ്ടോ? നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും ഉള്ളതല്ലേ ആ വിധി പ്രസ്താവിക്കുന്നത്. അപ്പോൾ പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന വിധി പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിനറിയില്ലേ, ആദാമേ, നീ 930 വർഷക്കാലം ജീവിച്ചിരിക്കുമ്പോൾ നീ ആത്മീയമായൊരു മരണം കൂടെ നിന്നിലുണ്ട്, അല്ലെങ്കിൽ നീ ആ തിന്ന ദിവസം തന്നെ നീ ആത്മീയമായി മരിച്ചു എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അവനോട്? അപ്പോൾ ദൈവം കൊടുത്ത ശിക്ഷ ആത്മീയ മരണമല്ല, ശാരീരിക മരണമാണ്. ഇതിനുള്ള തെളിവെന്താണെന്ന് ചോദിച്ചാൽ, ഇതിനുള്ള പരിഹാരം എന്താ ദൈവം ചെയ്തത്? മനുഷ്യവർഗത്തിൻ്റെ ഈ പാപത്താൽ ഉളവായ ദൈവം കൊടുത്ത ശിക്ഷയ്ക്ക് ദൈവം പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പരിഹാരം മറ്റൊന്നുമില്ല, നിൻ്റെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ യേശു ക്രിസ്തു ആകുന്ന ഈ സ്ത്രീയുടെ സന്തതിയല്ലേ അബ്രഹാമ്യ സന്തതി മുഖാന്തരം ഈ ഭൂമിക്ക് വരാനിരിക്കുന്ന വലിയൊരു ഒരു അനുഗ്രഹത്തിൻ്റെ നാളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കുമെന്നുള്ള ഒരു പ്രത്യാശയൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള മാർഗം എങ്ങനെയാണ്? അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത്. അവൻ പിതാവിനോടൊപ്പം ആത്മജീവിയായിരുന്നു. ആ ആത്മപ്രകൃതി ഉപേക്ഷിച്ച് അവനിവിടെ മനുഷ്യനായി ജനിച്ച് കാൽവറിയിൽ മരിക്കുവാൻ വേണ്ടിയാണ് ജനിച്ചത്. അപ്പോൾ ഇപ്രകാരം ഒരു ആത്മീയ മരണമായിരുന്നുവെങ്കിൽ ദൈവം കൊടുത്ത ശിക്ഷ, ക്രിസ്തു ഇങ്ങനെ വന്ന് ശാരീരിക മരണം അനുഭവിച്ചത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇത് നാം ചിന്തിക്കുക. പിന്നെ ആത്മീയ മരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും വേർപെട്ടു പോകുന്നതാണ്, ദൈവത്തിൽ നിന്നും അകൽച്ച സംഭവിക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കി, നാം ഹാനോക്കിനെ കുറിച്ച് കേൾക്കാം. ഹാനോക്ക് ഏതാണ്ട് 365 വർഷക്കാലം ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദൈവം അവനെ എടുത്തുകൊണ്ടു, അതിനാൽ അവനെ കാണാതെയായി. അപ്പോൾ അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പം 365 വർഷക്കാലം ഈ ഹാനോക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ ദൈവത്തോട് കൂടെയാണ് നടന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നും അകൽച്ചയിലല്ല. അപ്പോൾ ആത്മീയ മരണം ഹാനോക്കിനും ബാധകമല്ലേ? ഏലിയാവിനെ നോക്കുക, ഏലിയാവിനെയും ദൈവം എടുത്തുകൊണ്ടു,
അതുകൊണ്ട് അവനെ കാണാതെയായി. അപ്പോൾ ഈ ഏലിയാവ് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നവനല്ലേ? അപ്പോൾ അവൻ ആത്മീയ മരണം ബാധകമല്ലേ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായ പൂർവ്വ പിതാക്കന്മാരെ നാം നോക്കുക. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെന്നാണ് പറയുന്നത് അബ്രഹാമിനെ കുറിച്ച്. അപ്പോൾ ഇവർക്കൊന്നും ഈ ആത്മീയ മരണം ബാധകമല്ലേ? ഇനി മറ്റൊന്ന്, ഈ ആത്മീയ മരണത്തിന് പരിഹാരമായി, ശാരീരിക മരണത്തിന് പരിഹാരമായി കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു. വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ആ മരണശിക്ഷയാണ് നമുക്ക് വേണ്ടി അവൻ വഹിച്ചതെന്ന്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ ഏതാനും ചില വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. 53-ന്റെ 5-ാം വാക്യം അവസാന ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെ എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. പിന്നെ അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു. വീണ്ടും പറയുക, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. പിന്നെ അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നു. അവൻ തൻ്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളയുകയും അവനേകരുടെ പാപം വഹിച്ചു അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. നോക്കുക, അവൻ തൻ്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളഞ്ഞു, എന്നിട്ട് അനേകരുടെ പാപം വഹിച്ചു. ആദാമിൽ കൂടെ വന്ന ശാരീരിക മരണമെന്ന ശിക്ഷ അതാണ് അവൻ സ്വയം വഹിച്ചത്. ഇപ്പം ആത്മീയ മരണമായിരുന്നുവെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ക്രിസ്തു ആത്മീകമായി മരിച്ചു എന്ന്? ആത്മീകമായ മരണത്തിൻ്റെ അർത്ഥം ഈ പ്രിയപ്പെട്ടവർ കൽപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നും അകലെയാണ്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഒരു നിമിഷമെങ്കിലും പിതാവിൽ നിന്നും വേർപെട്ട് പിതാവിൻ്റെ നിർണയങ്ങളോട്, നിയമങ്ങളോട്, പിതാവിൻ്റെ ഇച്ഛകളോട് എതിർ നിന്നിട്ട്, ഒരു റിബലായി നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? അവൻ്റെ സ്നാന സമയത്ത് നാം കേൾക്കുന്നത് എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം അത്രയും കാലം അവൻ്റെ ജീവിതത്തിൽ ഒരു പോരായ്മകളും ഉണ്ടായിട്ടില്ല. പിതാവിങ്കിൽ നിന്നും ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇടത്തിൽ ഇരിക്കേണ്ടതല്ലയോ എന്നാണ് ക്രിസ്തു അമ്മയോട് ചോദിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാ എന്ന് 12-ാം വയസ്സിൽ ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള ക്രിസ്തു, ആത്മീയമായൊരു മരണം ക്രിസ്തുവിനുണ്ടായിട്ടില്ല എങ്കിൽ നാം ഇന്നും ക്രിസ്തു കാൽവറിയിൽ മരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീയ മരണമെന്ന ആ ശിക്ഷയിൽ നാം ഇന്നും കഴിയുകയല്ലേ? അതിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നാം ചിന്തിച്ച് നോക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, ശാരീരിക മരണം തന്നെ നമ്മെ കാണിക്കുന്നത് ദൈവം ആദാമിന് കൊടുത്ത ശിക്ഷ ശാരീരിക മരണം ആയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു ചിന്ത വരുന്നത്, ഒരുവൻ മരിക്കണമെങ്കിൽ ആദാം ജനിക്കുന്നതിന് മുമ്പ് പറയാൻ പറ്റുമോ? ആദാമിനോട് നീ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരുവൻ ആത്മീയ മരണം ഒരുവന് സംഭവിക്കണമെങ്കിൽ അവൻ ആത്മീയമായി ജനിച്ചിരിക്കണം. ആത്മീയ ജനനം സാധിക്കാത്ത ഒരുവന് ആത്മീയമായി മരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ജനിക്കാത്ത ഒരുത്തൻ എങ്ങനെയാണ് മരിക്കുന്നത്? അപ്പം ജനിച്ച് ജീവനുള്ള ഒരുവനെ മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ആത്മീയമായ ജനനമെന്ന് പറയുന്നത് നാം എന്താണെന്ന്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിലാകുന്ന ഒരുത്തിന് മാത്രമേ ഒരു ആത്മീയമായ ജനനമുള്ളൂ. അപ്പോൾ ആ ആത്മീയ ജനനവും നമ്മുടെ ശാരീരികമായിരിക്കുന്ന ജനനവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് പറയാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ, ആത്മീയ മരണമാണ് ആദാമിന് സംഭവിച്ചത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു, അന്ന് തന്നെ അവൻ മരിച്ചു, അത് ആത്മീയ മരണമാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രിയ ഉപദേഷ്ടാക്കന്മാർ ഈ കാര്യം ഒന്ന് ചിന്തിക്കണം. ഇനി എന്താണ് ഇവരെ ഇങ്ങനെ പ്രേരിപ്പിക്കാൻ കാരണം? ഈ ഒരു ഉപദേശം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ അവരെ സഹായിക്കുന്ന കാരണം എന്താ? അവരെ പ്രേരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിന് വ്യത്യാസം വരാവോ? അപ്പം അന്ന് തന്നെ മരിച്ചുവെന്ന് സ്ഥാപിക്കേണ്ട ഈ ലോകത്തിന് മുമ്പിൽ ഉപദേശം പറയുമ്പോൾ ദൈവം ഏതെങ്കിലും വിധത്തിൽ വ്യാജം സംസാരിക്കുന്നവനാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുക, അവർ അന്ന് തന്നെ മരിച്ചു, അത് ആത്മീയ മരണമാണ്. എന്നാൽ പ്രിയമുള്ളവരെ നോക്കുക, ഈ ദിവസം നീ തിന്നുന്ന നാള്, ദ ഡേ എന്ന് പറയുന്നത്
അത് ആ ദിവസത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? കേവലം 24 മണിക്കൂറാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. പത്രോസ് പറയുക, ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയാണെന്ന. ഒരു ദിവസം 1000 സംവത്സരം പോലെയുവ. അപ്പോൾ ഒരു ദിവസം 1000 സംവത്സരം പോലെ, അല്ലെങ്കിൽ 1000 സംവത്സരം ദൈവത്തിനൊരു ദിവസമായിട്ടാണ്. അപ്പോൾ ആദാമിന് കൽപ്പന കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവസത്തിൻ്റെ കണക്കിലാണ് ദൈവം കണക്ക് കൂട്ടുന്നത്. നിൻ്റെ ആയുഷ്കാലം ഏറെ ആയാൽ ഒരു മോശ പറയുന്നുണ്ട്. മോശ എന്താ പറയുന്നത്? 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നു, 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയാണെന്നാണ് 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ കേവലം 24 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒന്നല്ല. അത് 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഇനി ഈ ശിക്ഷ ഉണ്ടായ കാലദൈർഘ്യം നമ്മൾ നോക്കുക. 1000 വർഷം പൂർത്തിയാക്കിയ ഒരു മനുഷ്യനെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുകയില്ല. ഏറ്റവും ദീർഘായുസ്സുണ്ടായിരുന്നൊരു വ്യക്തി മെഥൂശലേഹ 969 സംവത്സരം ജീവിച്ചിരുന്നു. 1000-ലേക്ക് അവൻ എത്തിയില്ല. 1000 കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ വാക്ക് തെറ്റിപ്പോയി എന്ന് നമുക്ക് പറയാം. ആദാമും 930 സംവത്സരമാണ് ജീവിച്ചിരുന്നത്. അവൻ 1000 വർഷമോ 1001 വർഷങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ ആ ദിവസം മരിച്ചു എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇതാണ് ദിവസം എന്നുള്ള ആ കണക്ക് കൂട്ടലിൽ വന്നിരിക്കുന്ന വ്യത്യാസം അവിടെയാണ്. ഇതാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്ന 1000 സംവത്സരമാണ്. അപ്പം അതുകൊണ്ട് ആത്മീയ മരണം എന്നുള്ളത് അതേ ദിവസം സംഭവിച്ചു. അതുകൊണ്ട് അവൻ മരിക്കേണ്ടത് അതേ ദിവസം തന്നെ മരിക്കേണ്ടതാണ്. അതുകൊണ്ട് ആത്മീയ മരണമാണ് സംഭവിച്ചതെന്ന് പറയുന്നത് യുക്തിശൂന്യമാണ്. ഇനി ഇങ്ങനെ ആത്മീയ മരണം സംഭവിക്കുന്നുവെന്ന് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ദൈവ അമർത്യനാണ്. അതുകൊണ്ട് അതായത് മനുഷ്യനിലെ ആത്മാവ് അമർത്യമാണ്. അത് മരിച്ചാലും നശിക്കുന്നില്ല. അത് അതിൻ്റെ ജീവിതയാത്ര തുടരുകയാണ് എന്ന് വിശ്വസിക്കാൻ പ്രസംഗിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം മനുഷ്യനിലുള്ള ആത്മാവ് അത് ദൈവത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഭാഗമാണ് അവനിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം അമർത്യനാണ്. അമർത്യനായതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന ആ ആത്മാവും അമർത്യമാണ് എന്നുള്ള ഒരു വളരെ തെറ്റായ ചിന്താഗതി. അപ്പം ഇതിനെക്കുറിച്ച് എന്താ നമുക്ക് ചിന്തിക്കാനുള്ളത്? അമർത്യനായിട്ട് യഹോവ മാത്രമേ ഉള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ പറയാം, താൻ മാത്രം അമർത്യതയുള്ളവൻ. യേശുക്രിസ്തുവിന് പോലും ആ അമർത്യ പ്രകൃതി ലഭിച്ചത് പുനരുത്ഥാനത്തിന് ശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയും, 5-ാം അധ്യായത്തിൽ പറയും, എന്താ? പിതാവ് തനിക്ക് തന്നിൽ തന്നെ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറു വരം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം പിതാവിന് മാത്രമേ അമർത്യതയുള്ളൂ. അപ്പം പിതാവിൻ്റെ അംശം ആദാമിൽ കടന്നു, അതിങ്ങനെ പരമ്പരകളിലേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാം അമർത്യരാണെന്ന് ചിന്തിക്കുന്നത് എത്രയോ യുക്തിശൂന്യമാണ്. അതിനേക്കാളേറെ യുക്തിശൂന്യമാണ് അടുത്തൊരു ചോദ്യം. എങ്കിൽ ദൈവത്തിൻ്റെ ഭാഗമാണ് ആദാമിൽ കടന്നു വന്നത്, അതുകൊണ്ട് അവന് മരിക്കാൻ സാധിക്കില്ല എങ്കിൽ അതേ ദൈവത്തിൻ്റെ ആത്മാവിന് പാപം ചെയ്യാൻ സാധിക്കുമോ? തെറ്റ് ചെയ്യാൻ സാധിക്കുമോ? എങ്കിൽ എങ്ങനെയാണ് ആദാം നിയമലംഘിയായി തീർന്നത്? ദൈവമാണോ പാപത്തിൻ്റെ പ്രഭവ കേന്ദ്രം? ദൈവമാണോ? അങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ അനീതികൾക്കും പാപങ്ങൾക്കും കാരണം യഹോവയാണെന്ന് വരും. ദൈവമാണിതെല്ലാം നമ്മെക്കൊണ്ട് ചെയ്യിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട്. അതിന് മരിക്കാൻ സാധിക്കില്ലെങ്കിൽ അതിന് തെറ്റ് ചെയ്യാനും സാധിക്കില്ല. ഇങ്ങനെയുള്ള ചിന്ത എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു യുക്തിബോധത്തിൽ എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല? ആദാമിന് ലഭിച്ച ദൈവത്തിൻ്റെ അംശമുണ്ട്.
ആദാമിലേക്ക് കടന്നു വന്ന അല്ലെ ജന്നത്തിൽ അവൻ്റെ ആത്മാവ് അല്ലെ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ആദാമിലേക്കൊരു ആത്മാവ് ദൈവത്തിൻ്റെ അംശം കടന്നു വന്നു എന്നല്ലേ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച്, അങ്ങനെയാണെങ്കിൽ ആദാമിൻ്റെ ആദ്യ സന്തതി കയ്യനാണ്. ആദാമിന് ലഭിച്ച മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവും ദൈവാംശവും അതിൻ്റെ മുഴുവൻ വൈറ്റാലിറ്റിയിലും അതിൻ്റെ മുഴുവൻ ശക്തിയിലും അവിടെ ഉണ്ടായിരിക്കുമല്ലോ. ഒരു ദോഷവും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒരു ഉറവജലം അതിൻ്റെ ആ ഉത്ഭവത്തിൽ വളരെ ശുദ്ധമായിരിക്കും. അത് താഴേക്ക് ഒഴുകി വരുമ്പോഴാണ് മലിനമായി തീരുന്നത്. അപ്പോൾ ആദാമിന് ലഭിച്ച ഈ പറഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശുദ്ധമായിരിക്കും. എങ്കിൽ അവൻ്റെ ആദ്യജാതനായിരിക്കുന്ന കയ്യനിലും അതേ ഒരു സ്വഭാവം കാണണ്ടേ? പക്ഷെ ആ കയ്യൻ എന്താ ചെയ്തേ? നാം മാനവ ചരിത്രം പരിശോധിച്ചാൽ ആദ്യത്തെ കൊലപാതകിയായി തീർന്നു കയ്യൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു കിട്ടിയ ആ ആദാമിൽ നിന്നും ജന്മം കൊണ്ട് ആ തുടർച്ചയായി ഈ ദൈവാത്മാവ് പകർന്നു കിട്ടിയ കയ്യൻ ചെയ്തത് എന്താ? തൻ്റെ സഹോദരനെ നിർദ്ദയം കൊന്നുകളഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഈ ആത്മാവ് അനന്തമായി ഇങ്ങനെ പകർന്നു പോവുകയാണെങ്കിൽ ഈ ലോകത്തിലെ സകല പാപങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും കാരണം ദൈവമാണ് എന്ന് വരും. ഇനി പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കുക ഇപ്രകാരം. ഈ ഒരു ആത്മാവ്, അമർത്യമായിരിക്കുന്ന ഒരു ആത്മാവ് മനുഷ്യ ശരീരത്തിൽ ഉണ്ട്. ജന്മനാ തന്നെ അങ്ങനെ ഒരു ആത്മാവാണ് മനുഷ്യനുള്ളതെങ്കിൽ ഈ ആത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുക. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യർക്കും ജനനത്തിൽ തന്നെ ഈ ഒരു ദൈവാംശം അവരിലേക്ക് പ്രവേശിക്കുന്നുവെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ എങ്ങനെയാണ് മന്ദബുദ്ധികൾ ഉണ്ടാകുക? ഈ ലോകത്തിൽ എത്രയോ കുരുടന്മാരായി ജനിക്കുന്നവരുണ്ട്, എത്രയോ വികലാംഗരായി ജനിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറം നോക്കുക, പാർക്കിൻസൺസ്, അൾഷിമേഴ്സ് മുതലായ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള എത്രയോ വ്യക്തികളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഈ ആത്മാവ് ഇതുപോലെ വികലാംഗമായിരിക്കുന്ന ഒരു ആത്മാവാണോ? ഇവിടെ സയാമീസ് ഇരട്ടകൾ, ഒരു ശരീരവും ഒരു ഉടലും രണ്ട് തലയുമായി ജനിക്കുന്ന സയാമീസ് ഇരട്ടകളുണ്ട്. അപ്പോൾ ദൈവാത്മാവിൻ്റെ സ്വഭാവം ഇങ്ങനെയാണോ? അപ്പോൾ ജനനത്തിങ്കൽ ദൈവത്തിൻ്റെ ആത്മാവാണ് അവനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇപ്രകാരമുള്ള ജനന വൈകല്യങ്ങൾ ഉണ്ടാകുന്നു? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി ഇപ്രകാരം ഒരു ആത്മാവ്, ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനിൽ ഇങ്ങനെ സജീവമായിരിക്കുന്ന ഒരു ആത്മാവുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം ചിന്തിക്കുക. ഒരു വ്യക്തിയെ ഒരു സുദീർഘമായിരിക്കുന്ന ഒരു ഓപ്പറേഷന് വിധേയനാക്കുക. അങ്ങനെ ആക്കണമെങ്കിൽ അവൻ അനസ്തേഷ്യ കൊടുത്ത് അവനെ ബോധം കെടുത്തുക. ചില മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷന് വിധേയനാകുന്ന ഒരു വ്യക്തി ഈ അനസ്തേഷ്യ ലഭിച്ച് അനസ്തേഷ്യയുടെ ആ അനുഭവത്തിൽ കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഒരു ക്രിയകളും അവൻ അറിയുന്നില്ല. അപ്പോൾ സജീവമായിരിക്കുന്ന ഒരു ആത്മാവ് അവൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവൻ്റെ ശരീരം കീറി മുറിക്കുന്നതും? നമുക്ക് ഇപ്പോഴേ ഓപ്പറേഷൻ പല ആശുപത്രികളിലും എന്താ ചെയ്യുന്നത്? ഇവിടെ അവയവം മോഷ്ടിക്കുക, ഒരുവൻ്റെ കിഡ്നി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇങ്ങനെ സജീവമായിരിക്കുന്ന ഒരു ആത്മാവ് അവനിലുണ്ടെങ്കിൽ അവൻ്റെ കിഡ്നി മോഷ്ടിക്കുമ്പം അതവനെ അറിയിക്കണ്ടേ ഈ ആത്മാവ്? അപ്പോൾ ഈ ആത്മാവിന് ഈ ശരീരത്തോട് എന്ത് സ്നേഹമുള്ളത്, എന്ത് ബന്ധമുള്ളത്? കഴിഞ്ഞിടെ നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക നിക്ഷേപിച്ചു, തുന്നിക്കെട്ടി പോന്നു. വളരെ നാളുകൾ ആ സ്ത്രീ വേദനയുമായി നടന്നു. പക്ഷേ അവരുടെ വയറ്റിൽ ഇങ്ങനെ കത്രിക കിടപ്പുണ്ടെന്നറിയാൻ ഒരു എക്സ്റേ എടുക്കേണ്ടി വന്നു. അവരുടെ ശരീരത്തിലുള്ള അവളുടെ ആത്മാവിനിത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എത്ര ദുഃഖകരമാണ്! ഇങ്ങനെ സജീവമായിരിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എത്രയോ ദുഃഖകരം. ആ ആത്മാവ് എന്തു ചെയ്യുന്നു? ആ ആത്മാവ് മരണത്തിൽ എങ്ങോട്ട് പോകുന്നു? ഭയങ്കര ശക്തി പ്രാപിച്ച് പരദേശത്തേക്ക് യാത്രയാകുകയാണ്. ഇതെന്താ കുടത്തിലടച്ച ഭൂതത്തിൻ്റെ സ്വഭാവമാണോ ആത്മാവിന്? കുടത്തിലുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ കുപ്പിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ആത്മാവിനൊരു ശക്തിയില്ല. അതവിടെ അടങ്ങി ഒതുങ്ങിക്കരിയും. ആ അടപ്പൊന്ന് തുറന്നതിനെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കര വലിയൊരു ഭൂതമായി മാറുകയാണ്.
ഇതാണോ ആത്മാവിൻ്റെ സ്വഭാവം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇപ്രകാരം ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? വീണ്ടും ചോദിക്കുക, നമ്മുടെ പാപം നാം ചെയ്യുമ്പോഴും ഈ ശരീരത്തിൽ ഇങ്ങനെയൊരു ആത്മാവുണ്ടെങ്കിൽ ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ ഒരു ശരീരം ചെയ്യുന്ന പാപം ഈ ആത്മാവ് അറിയുന്നുണ്ടോ? ആത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണോ നാം പാപം ചെയ്യുന്നത്? നമ്മെ പാപമാണ്, തെറ്റാണ് നാം ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മെ വിലക്കും. അത് വേറെ കാര്യം. ആ മനസാക്ഷി അല്ലല്ലോ ഈ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സജീവമായൊരു ആത്മാവുണ്ട്. നാം പാപം ചെയ്യുന്നു. ശരീരത്തിൻ്റെ ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും കേൾക്കും അധീനരായി അവയെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ നാം തൃപ്തിപ്പെടുത്താൻ വേണ്ടി നാം ഏത് ദുഷ്കർമ്മങ്ങളിലും പ്രവേശിക്കുകയാണ്. ഈ സംഭവം ആത്മാവിൻ്റെ അറിവോടുകൂടിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആത്മാവ് അത് അറിയുന്നില്ല എങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യവും ഈ ആത്മാവ് അറിയുന്നില്ല. ആത്മാവിനല്ലോ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഈ ആത്മാവ് മരിക്കുമ്പോൾ ശരീരം വിട്ട് പോകുന്നവനല്ലേ. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ കഴിയുന്ന ആത്മാവ് ഈ പാപം ചെയ്യുന്ന പാപത്തെക്കുറിച്ചുള്ള ബോധം, ഇവൻ ചെയ്യുന്ന പാപത്തെക്കുറിച്ചുള്ള ബോധം, അല്ലെ ആ പാപത്തിൻ്റെ അനുഭവങ്ങൾ ചെയ്യുന്ന ഈ ലോകപ്രകാരം ലഭിക്കുന്ന സുഖങ്ങൾ ഈ ആത്മാവ് അനുഭവിക്കുന്നുണ്ടോ? ഇല്ല എങ്കിലും അങ്ങനെ അറിയുന്നില്ല എന്നുള്ളതാണ് ഈ അനസ്തേഷ്യയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഒരു വ്യക്തി മരിച്ചാൽ അവൻ്റെ ശരീരം 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് അവൻ മണ്ണോട് മണ്ണായിത്തീരും. ആ ശരീരം പിന്നീട് ഒന്നും അറിയുന്നില്ല. പക്ഷേ ഇതുവരെ അവൻ പാപപ്രവർത്തികളിലൊന്നും പങ്കാളിയാകാത്ത, അതിനെക്കുറിച്ചൊരു ബോധവുമില്ലാത്ത ആത്മാവിനെയാണ് കൊണ്ടുപോയി നിത്യകാലം ഇവിടെ അഗ്നി നരകത്തിലിട്ട് ദണ്ഡിപ്പിക്കുന്നത്. ഇതെന്തൊരു നീതിബോധമാണ്? ഇങ്ങനെയുള്ള ദൈവത്തെ നമുക്ക് നീതിമാനായ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവിടെ ശരീരം ആസ്വദിച്ച ഒരു ലോകസുഖങ്ങളിലും പങ്കാളിയാകാത്ത ആത്മാവിനെ നിത്യകാലം നിത്യനരകത്തിലിട്ട് ഗന്ധകവും പുഴുവും ഉള്ള ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലിട്ട് വറുത്ത് പൊരിച്ചെടുക്കുക ഈ ആത്മാവിനെ. എന്ത് തെറ്റാ ആത്മാവ് ചെയ്ത്? ഈ ശരീരമല്ലേ ഈ ലോകത്തിൽ ഇപ്രകാരമുള്ള ഈ പാപങ്ങളൊക്കെ തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയത്. അതിൻ്റെ ഒരു അംശം പോലും അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാത്ത ആത്മാവിനെ കൊണ്ട് ഇപ്രകാരം ദണ്ഡിപ്പിക്കുന്നത് എത്രയോ ദുഃഖകരമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇപ്രകാരം നമ്മിൽ ഇങ്ങനെ ഒരു ആത്മാവ്, അമർത്യതയുള്ള, മരിക്കാൻ സാധിക്കാത്ത ഒരു ആത്മാവ് നമ്മിൽ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുകയും ആ ആത്മാവ് മരണത്തിൽ പരലോകം പ്രാപിക്കുന്നുവെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം യുക്തിവിരുദ്ധമായൊരു കാര്യമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഒരാൾ ജനിക്കുന്നത്? ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടെയാണ്. പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ ചേരുമ്പോഴാണ് ഈ ഒരു ജനനം അല്ലെങ്കിൽ ഒരു ജീവൻ്റെ ആദ്യ സ്ഫുരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ജനിക്കുന്നതിൽ പങ്ക് ആർക്കാം? ഈ സ്ത്രീ പുരുഷന്മാർക്കാം. പലപ്പോഴും ഇവിടെ എത്രയോ മക്കളില്ലാത്തവർ ഉണ്ട്. മക്കളില്ലാത്ത അവരെ മാതാപിതാക്കളെന്ന് പറയും, ഭാര്യാഭർത്താക്കന്മാരുണ്ട്. അവിടെയൊന്നും എന്താ ഈ ആത്മാവ് പ്രവർത്തിക്കാത്തത് എന്താ? അപ്പോൾ ഇവിടെ ശാരീരികമായ ചില ഘടകങ്ങൾ ഇതിനാവശ്യമാണ്. ഒരു വ്യക്തി ജനിക്കണമെങ്കിൽ, ഒരു കുഞ്ഞ് ജനിക്കുവാൻ അപ്പോൾ അവന് വൈകല്യങ്ങളില്ലെങ്കിൽ ഈ XY ക്രോമസോമുകളുടെ അതിൻ്റെ കൂടിച്ചേരലുകളുടെ തോത്, അതിൻ്റെ റേഷ്യോയിൽ കൂടെയാണ് ഇതൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇത് നാം ചിന്തിക്കുക. അപ്പോൾ അമർത്യമായ ഒരു ആത്മാവിനുടമയാണ് നാം എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപാകതകളാണ് ഞാൻ പറഞ്ഞത്. ആ അപാകതയെക്കുറിച്ച് അതിനൊരിക്കലും വേദപുസ്തകത്തിൻ്റെ സഹായമില്ല. വേദപുസ്തകത്തിൻ്റെ പിൻബലത്തിലല്ല ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഇനി പ്രിയമുള്ളവരെ, എന്താണ് ശാരീരിക മരണം എന്ന് ഒന്ന് ചിന്തിക്കുക.
ശാരീരിക മരണമെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരുവൻ ജനിക്കാതെ എങ്ങനെ മരിക്കും, ആത്മീയമായി ജനിക്കാതെ എങ്ങനെ ആത്മീയമായി മരിക്കും. അപ്പം ശാരീരികമായ മരണം ഉണ്ടാകണമെങ്കിൽ അവൻ ശാരീരികമായൊരു ജനനമുണ്ടാകണം. ആ ശാരീരികമായ ജനനം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, മുമ്പ് പറഞ്ഞ കാര്യം ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചോട്ടെ. അപ്പം തീയിൽ നമ്മൾ ഒരു വ്യക്തി വെള്ളത്തിൽ പോയി മരിക്കാൻ പോകുന്നൊരു വ്യക്തിക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുകയാണ്. അപ്പോൾ ആ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുമ്പോൾ ഈ വ്യക്തിയുടെ ആത്മാവ് തിരികെ പ്രവേശിക്കുകയാണ്. കുട്ടിയുടെ ആത്മാവ് തിരികെ വന്നു എന്നാണ് ഏലിയാവ് ഒരു വിധവയുടെ മകനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുമ്പോൾ അവൻ്റെ പ്രാണൻ തിരികെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുമ്പോൾ ഈ വിട്ടുപോയ പ്രാണൻ തിരികെ ഇങ്ങോട്ട് എത്തുക. അതെന്തിനാ? അപ്പോൾ അവന് ശ്വാസത്തിൻ്റെ തടസ്സം കൊണ്ട് അവൻ മരിക്കുന്നു ഇല്ലേ? മറ്റേതിൽ രക്തം വാർന്നു മരിക്കുകയാണ്. വഴി സൈഡിൽ കിടന്ന് രക്തം വാർന്നു മരിച്ചു പോകുന്ന ഒരു അപകടത്തിലുണ്ടാകുന്നൊരു വ്യക്തി, ഒരു വണ്ടി അപകടത്തിൽപ്പെട്ട ഒരാൾ നാം പലപ്പോഴും വാർത്ത കാണുന്ന അവൻ രക്തം വാർന്നു മരിച്ചു. എന്തുകൊണ്ടാണ്? അവനെ തക്ക സമയത്ത് കൊണ്ടുപോയി ആവശ്യത്തിന് രക്തം കൊടുത്തിരുന്നുവെങ്കിൽ ഈ ആത്മാവ് അവനെ വിട്ടു പോകില്ല. അപ്പോൾ ഈ ആത്മാവ് അവിടെ നിൽക്കണമെങ്കിൽ അവന് കൃത്രിമ ശ്വാസോച്ഛ്വാസം ലഭിച്ചാൽ അവൻ നിൽക്കും, അവൻ്റെ ആവശ്യത്തിന് രക്തം അവിടെ ലഭിച്ചാൽ അവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലാത്ത ലോകത്ത് പോയി ജീവിക്കാനാണ് ആത്മാവ് പോകുന്നതെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് മടങ്ങി വരുന്നത്? പെട്ടെന്ന് ആലോചിച്ച് നമ്മുടെ ക്രിസ്തീയ മണ്ഡലത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസക്കാലം അയാളുടെ കിടപ്പുമുറിയിൽ കട്ടിലിൽ വെള്ളം വിരിച്ച് വേദപുസ്തകവും വെച്ച് ഇരിക്കുക, അവിടെ വിരിച്ചിട്ടിരിക്കുക. എന്തിനാ? ആ ആത്മാവ് അവിടെയുണ്ട് 40 ദിവസക്കാലം. അതിന് ശേഷമേ ആത്മാവ് ഇവിടം വിട്ട് പോവുകയുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഇതിൻ്റെ അടിസ്ഥാനം ക്രിസ്തു 40 ദിവസക്കാലം പുനരുത്ഥാനം പ്രാപിച്ച് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നാം മനസ്സിലാക്കുക. ക്രിസ്തു പുനരുത്ഥാനത്തിന് ശേഷമാണ് 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നത്. ഈ മരിച്ച വ്യക്തിയുടെ വെള്ളം വിരിച്ചിവിടെ ആത്മാവിനെയും കാത്തിരിക്കുമ്പോൾ ഇവിടെ പുനരുത്ഥാനം നടന്നിട്ടില്ല. ക്രിസ്തു പുനരുത്ഥാനത്തിന് ശേഷമാണ് 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി അതിനേക്കാൾ വലിയൊരു വസ്തുത, ഈ 40 ദിവസത്തിനിടയിൽ 8 പ്രാവശ്യം ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്നാൽ ഈ 40 ദിവസം നമ്മുടെ ബന്ധപ്പെട്ടവരുടെ ആത്മാവ് ഈ മുറിയിലുള്ളപ്പോൾ ഈ അവരുടെ വേർപാടിൽ വേദനപ്പെടുന്ന, ഒരു ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം ക്ഷീണിതരായി കഴിയുന്ന ആ വീട്ടുകാരെ, ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ ആശ്വസിപ്പിക്കാൻ ഒരു നേരമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ആത്മാവ് ശ്രമിക്കുന്നുണ്ടോ? ഇങ്ങനെ സജീവമായൊരു ആത്മാവ് 40 ദിവസം ഈ മുറിക്കുള്ളിൽ കറങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രിയപ്പെട്ടവരെ, ബന്ധുക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? ഇപ്പോൾ അങ്ങേയറ്റം വിഷമിച്ചിരുന്ന ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കാനാണ് ക്രിസ്തു അവിടെ മുമ്പിൽ പ്രത്യക്ഷമായത്. അപ്പോൾ ക്രിസ്തു 40 സംവത്സരം 40 ദിവസം ഇവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടായിരുന്നു. അത് പുനരുത്ഥാനം പ്രാപിച്ചതിന് ശേഷമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഇതാണ് ആത്മാവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എന്താണ് മരണം എന്നുള്ളത് നാം ചിന്തിക്കണ്ടേ? അപ്പോൾ എന്താണ് മരണം എന്ന് നാം ചിന്തിക്കണമെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ ജനിച്ചത് എന്ന് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചാൽ മരണം എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മനുഷ്യൻ ജനിച്ചത് എങ്ങനെയാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് പറയുന്നത്. അവൻ ആദാമിനെ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് ആദാമിൻ്റെ ശരീരം, ഒരു പൂർണ്ണതയുള്ള ശരീരം ദൈവം സൃഷ്ടിച്ചു. പക്ഷെ അതിന് സംസാരശേഷിയില്ല, ചിന്താശേഷിയില്ല. അതിന് ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ ശ്വാസമയച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ആത്മാവായി. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ കാര്യം ചിന്തിക്കുമ്പോൾ നാം ആദ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ദുരുപദേശത്തെക്കുറിച്ചാണ്. ഈ ദുരുപദേശം മറ്റൊന്നുമല്ല.
മനുഷ്യനിൽ ആത്മാവുണ്ട് എന്നുള്ള പഠിപ്പിക്കലാണ് ദുരുപദേശം. വേദപുസ്തകം ഒരിക്കലും അത് പറയുന്നില്ല. മനുഷ്യൻ ആത്മാവാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. മനുഷ്യനിൽ ആത്മാവുണ്ടെന്നല്ല, മനുഷ്യൻ ആത്മാവാണ്. ഇത് തന്നെ, ഈ വാക്യം തന്നെയാണ് തെളിവ്. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ഹീ ബ്രീത്ത്സ് ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് ദ ബ്രീത്ത് ഓഫ് ലൈഫ്സ്. ഹീ ബിക്കെയിം എ ലിവിങ് സോൾ. അവനൊരു ജീവിയായിത്തീർന്നു. അവൻ അല്ലെങ്കിൽ ഒരു അവൻ്റെ ആത്മാവായിത്തീർന്നു എന്നാണ്. അപ്പോൾ ഒരു ആത്മാവാകുന്നത്, ഞാൻ പറഞ്ഞത് മനുഷ്യനിൽ ആത്മാവുണ്ടായി എന്നല്ല, മനുഷ്യൻ ആത്മാവായി, മനുഷ്യനൊരു ജീവിയായി. അവൻ്റെ മൂക്കിൽ ബ്ലൂ ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് എന്നാണ് ഊതി എന്നുള്ളതിന്. അവൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറ്റുന്ന ബ്ലൂ, നമ്മളൊരു പന്ത് കാറ്റ് നിറയ്ക്കുന്ന പോലെ, സൈക്കിൾ കാറ്റ് നിറയ്ക്കുന്നത് പോലെ, സൈക്കിൾ ടയറിൽ കാറ്റ് നിറയ്ക്കുന്ന പോലെ കാറ്റ് അടിച്ചു കയറ്റി. ബ്ലൂ ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് ദ ബ്രീത്ത് ഓഫ് ലൈഫ്സ്. ഇവിടെ 3 ഘടകങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ശരീരമാണ്. ആ ശരീരത്തിലേക്ക് എന്ത് പ്രവേശിച്ചു? ജീവശ്വാസം പ്രവേശിച്ചു. ആ ജീവശ്വാസം ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ ഇത് തമ്മിൽ ഉള്ള ആ സംയോഗത്തിൽ, ജീവശരീരങ്ങളുടെ സംയോഗത്തിൽ ഉണ്ടാകുന്നതാണ് ആത്മാവ്. ഹീ ബിക്കെയിം എ ലിവിങ് സോൾ. അപ്പം ജീവശരീരവും ജീവശക്തിയും സംയോജിച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അപ്പോഴാണ് ആത്മാവാകുന്നത്, അവൻ ജീവിയാകുന്നത്. അപ്പോൾ ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു വരാം. അപ്പോൾ എന്താണ് മരണം എന്നുള്ളതിനെക്കുറിച്ചൊരു വാക്ക് പറയാനാണ്. എന്താണ് ജീവി? എങ്ങനെയാണ് ഒരുവൻ ജീവിയായി തീരുന്നത്? ഒരു ശരീരം വേണം. ആ ശരീരത്തിൽ ജീവശക്തി പ്രവർത്തിക്കണം. ഈ ജീവശക്തിയും ശരീരവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ജീവിയാകും, അവൻ ആത്മാവാകും. എങ്കിൽ നമ്മൾ സാമാന്യ തത്വം ആലോചിക്കുക. 2 പദാർത്ഥങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വസ്തു ഉണ്ടായെങ്കിൽ ആ പദാർത്ഥങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടായ വസ്തു ഇല്ലാതെയാവുകയില്ലേ? ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനും ചേർന്നിട്ടാണ് ഹൈഡ്രജൻ്റെ 2 മോളിക്യൂൾ H2O, ഓക്സിജൻ്റെ ഒരു മോളിക്യൂളും ചേരുമ്പോൾ വെള്ളം ഉണ്ടാകുന്നുവെങ്കിൽ ഈ ഓക്സിജനെയും വെള്ളത്തിൽ നിന്നും ഓക്സിജനെയും ഹൈഡ്രജനെയും വേർതിരിച്ചു കഴിഞ്ഞാൽ വെള്ളമില്ലാതെയാകുകയില്ലേ? അപ്പം അവൻ ആത്മാവാകുന്നത് ശരീരവും ജീവശക്തിയും തമ്മിൽ ചേരുമ്പോഴാണെങ്കിൽ ഇവ തമ്മിൽ വേർപിരിഞ്ഞാൽ ആ ഉണ്ടായ അവസ്ഥ ഇല്ലാതെയാവും. അതാണ് മരണം. അപ്പം അവൻ ആത്മാവായി തീർന്ന ആ അവസ്ഥ ഇല്ലാതെയാകുന്നു. നാം മനസ്സിലാക്കുക, ഇത് മനുഷ്യൻ മാത്രമല്ല ആത്മാവ്, സകല ജീവജാലങ്ങളും ആത്മാക്കളാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, എത്രയോ വാക്യങ്ങൾ വേണേ ഇതിൻ്റെ തെളിവായിട്ട് തരാം. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ഇവിടെ മൂലഭാഷയിൽ, പഴയ നിയമം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. ഈ എബ്രായ ഭാഷയിൽ നെഷേമ എന്നുള്ള പദം, മറ്റൊരു പദം റൂഹ എന്നുള്ള പദം, ഈ 2 പദങ്ങളാണ് ഈ ജീവശ്വാസം. അതുപോലെ ഈ 2 പദങ്ങളാണ് ഈ ആത്മാവ് ജീവശ്വാസം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവശക്തി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങൾ നെഷേമ എന്നും റൂഹ എന്നുള്ള 2 വാക്കുകളാണ്. ഇത് അപ്പോൾ ഈ ശരീരവും ഈ നെഷേമയും ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? സോളുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നെഫേഷായി മാറുന്നു എന്നാണ് മൂലത്തിൽ. ഇത് 2ഉം ചേരുമ്പോൾ അവനൊരു നെഫേഷായി മാറുകയാണ്. അപ്പം സാധാരണ ജന്തുക്കളും ജന്തുവർഗവും നെഫേഷുകളാണ് എന്ന് വേദപുസ്തകം നമ്മോട് എത്രയോ ഇടങ്ങളിൽ അതിനുള്ള തെളിവുകൾ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ ഇത് 2ഉം ചേരുമ്പോഴാണ് ആത്മാവ് ഉണ്ടാകുന്ന, അല്ലെ ആത്മാവാകുന്ന. ഏത്? ഒരു ശരീരവും ജീവശക്തിയും. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളുടെ വീട്ടിലൊരു ബൾബ്, നാം കത്തിക്കുന്നൊരു ബൾബുണ്ട്. ഈ ബൾബ് 2-3 മാസം കത്തുന്നു. അത് കത്തണമെങ്കിൽ ഇതിന് വൈദ്യുതി ലഭിക്കണം. ഒരു സ്വിച്ച് ഓൺ ചെയ്ത് വൈദ്യുതി ലഭിച്ചാൽ ഉടനെ എന്താവും? അതുവരെ പ്രകാശമില്ലാതെ ഇരുന്ന ആ ബൾബ് പ്രകാശിക്കും.
അതുതന്നെയാണ് സംഭവിക്കുന്നത്. എവിടെ? ശരീരവും ജീവശക്തിയും യോജിക്കുമ്പോൾ അവൻ ജീവിയായിത്തീരുന്നു. അപ്പോൾ ആ ശരീരവും ജീവശക്തിയും യോജിച്ചപ്പോൾ അവൻ ഒരു ബൾബ് എങ്ങനെ കറണ്ടും ഈ ബൾബും തമ്മിൽ യോജിക്കുമ്പോൾ എങ്ങനെ പ്രകാശമുണ്ടാകുന്നു, അതുപോലെ അവൻ ഒരു ആത്മാവാകുന്നു, ഒരു ജീവിയാകുന്നു. എല്ലാ ചിത്തവിത്ത വികാരങ്ങളുമുള്ള ഒരു ജീവിയായി അവൻ മാറുകയാണ്. എന്നാൽ എപ്പോൾ ഈ കറണ്ട് പിൻവലിക്കപ്പെടുന്നു, അപ്പോൾ ആ പ്രകാശം നിലയ്ക്കുകയാണ്. അപ്പോൾ ഈ ബൾബ് പ്രകാശിക്കണമെങ്കിൽ രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, അതിന് കറണ്ട് ലഭിക്കണം. ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ലഭിച്ചാലും ചില സാഹചര്യങ്ങളിൽ ബൾബ് പ്രകാശിക്കില്ല. ഇപ്പോൾ ഒരു മാസം കത്തിയൊരു ബൾബ് പെട്ടെന്ന് നാം സ്വിച്ചിട്ടപ്പോൾ കത്തുന്നില്ല. നാം ആ ബൾബ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഫിലമെൻ്റ് പൊട്ടി നിന്ന് ആടുന്നത് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കറണ്ട് അവിടെ ചെന്നാൽ അത് പ്രവർത്തിക്കണമെങ്കിൽ ആ ബൾബിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ പൂർണ്ണമതയുള്ളതായിരിക്കണം. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഈ ജീവശക്തി പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ളിലെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന അതിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്ര കാലവും കത്തിയ ബൾബ് അതിലേക്ക് കറണ്ട് ചെല്ലാതെയായി കഴിയുമ്പോൾ നാം പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അത്ര സമയം കത്തിക്കൊണ്ടിരുന്ന ആ ബൾബിൽ പ്രവർത്തിച്ച ആ കറണ്ട്, ആ വൈദ്യുതി എവിടെ പോകുന്നു? നമ്മുടെ മനുഷ്യൻ്റെ മരണത്തിൻ്റെ തത്വത്തിലാണെങ്കിൽ മരിക്കുമ്പോൾ ആത്മാവ് ശരീരം വിട്ട് പോവുകയാണ് മറ്റൊരു ലോകത്തേക്ക്. എങ്കിൽ ഇത്ര സമയം പ്രവർത്തിച്ച ആ ബൾബിൽ പ്രവർത്തിച്ച വൈദ്യുതി എവിടേക്ക് പോകുന്നു? അത് പ്രകാശമായി ഇവിടെ നിന്ന ആ വൈദ്യുതി എവിടെ പോയി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എപ്രകാരം ഈ ബൾബിലെ ഫിലമെൻ്റ് പോയാൽ പിന്നെ ഈ ബൾബിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശരീരഭാഗങ്ങൾക്ക് കേടുവന്നാൽ ആ ജീവൻ അവിടെ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുമ്പം അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നത്, രക്തദാനം കൊടുക്കുമ്പോൾ അവന് ജീവൻ തിരിച്ചു കിട്ടുന്നത് ഒക്കെ ആ പ്രവർത്തന സാഹചര്യം പുനർനിർമ്മിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യനിൽ മാത്രമല്ല ഈ ജീവശ്വാസം. ഞാൻ ആദ്യമേ പറഞ്ഞു മനുഷ്യൻ മാത്രമല്ല, സകല ജീവികളും ആത്മാക്കളാണെന്നാണ്. കാരണം എല്ലാ ജീവികളുടെയും മൂക്കിൽ ഊതിയിരിക്കുന്നതല്ലേ അവർ പ്രവർത്തിക്കുന്നത് ജീവശ്വാസം കൊണ്ടാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ നെഷേമ എന്നുള്ള പദം 24 തവണ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റൂഹ എന്നുള്ള പദം 370 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാം കാണുമ്പോഴും ഈ ജീവികളും അങ്ങനെയുള്ളതാണ് എന്നുള്ളത് ജീവശ്വാസം. അപ്പം മനുഷ്യനിൽ ഊതിയത് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് പറയുന്നവർ ചിന്തിക്കുക, അവനിൽ ഊതിയത് ജീവശ്വാസമാണ്. ഈ ജീവശ്വാസം മനുഷ്യന് മാത്രമല്ല സകല ജീവജന്തുക്കൾക്കുമുണ്ട്. നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സകലത്തെയും നശിപ്പിപ്പാൻ ഞാനൊരു ജലപ്രളയം വരുത്തും. ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സകലത്തെയും, ഇവിടെ പറയുന്ന ജീവശ്വാസമുള്ള എന്ന് പറയുന്ന ആ ജീവശ്വാസം മനുഷ്യനിൽ ഊതിയ ജീവശ്വാസം തന്നെയാണ്. അതിൻ്റെ 7:22 പറയുക ഉൽപ്പത്തി പുസ്തകം: കരയിലുള്ള സകലത്തിലും അതിൽ മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ള സകലവും ചത്തു. അപ്പോൾ ഇവിടെ ജീവശ്വാസം എന്ന് അവിടെ ചത്തത് മനുഷ്യനും മൃഗങ്ങളും മൂക്കിൽ ജീവശ്വാസമുള്ളതെല്ലാം ചത്തു. അപ്പോൾ ജീവശ്വാസം ആദാമിന് ദൈവം ഏദൻ തോട്ടത്തിൽ ഊതിയ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുന്ന ആ ജീവശ്വാസമാണ്. ഇത് ദൈവത്തിൻ്റെ ഭാഗമാണെന്നാണ് പലരും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ മരിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മൃഗങ്ങൾക്കും ഒരു ഭവിഷ്യായുസ് ഉണ്ടെന്ന് ഇവർ അംഗീകരിക്കുന്നില്ല? മനുഷ്യന് ഭവിഷ്യായുസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണാനന്തരം ഇതിന് തുടർച്ചയായിട്ടൊരു ജീവിതമുണ്ടെങ്കിൽ, അവന് മരിക്കാത്ത ഒരു ആത്മാവാണ് അവനിലുള്ളതെങ്കിൽ ജന്തുക്കളിലും ഇതുണ്ടായേ പറ്റൂ.
ഉൽപ്പത്തി പുസ്തകം 7:15 പറയാം, ജീവശ്വാസമുള്ള സകല ജഡത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്നു. ജീവശ്വാസമുള്ള സകല ജഡത്തിൽ നിന്നും നോക്കാം. അപ്പോൾ ജീവശ്വാസം മൃഗങ്ങൾക്കുള്ളതുപോലെ മനുഷ്യനും ഉള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യനുള്ള അതേ ജീവശ്വാസം തന്നെയാണ് മൃഗങ്ങൾക്കുമുള്ളത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ദൈവം പ്രത്യേകിച്ച് ഊതിക്കയറ്റിയതല്ല. ഊതി എന്നുള്ളതിന് ബ്ലൂ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. ബ്ലൂ ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് ദ ബ്രീത്ത് ഓഫ് ലൈഫ്സ് എന്നാണ്. അപ്പം ഈ മറ്റു ചില വേദഭാഗങ്ങൾ നോക്കുക. 2 ശമൂവേൽ 22:16 ഇങ്ങനെയാണ് പറയുന്നത്, തിരുമൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ കടലിൻ്റെ ചാലുകൾ കാണായി വന്നു. തിരുമൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ കടലിലെ ചാലുകൾ കാണായി വന്നു. സങ്കീർത്തനം 18:15 പറയുക, നിന്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ നീർത്തോടുകൾ കാണായി വന്നു. നോക്കുക, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്ന്. ഇവിടെ മറ്റൊരു ഭാഗത്ത് പറയുക, ദൈവത്തിൻ്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ കടലിൻ്റെ ചാലുകൾ കാണായി വന്നു. മറ്റൊരിടത്ത് പറയുന്നു മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ നീർത്തോടുകൾ കാണായി വന്നു. ഇനി ഇയ്യോബ് 37:10 പറയാം, ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു. അങ്ങനെയെങ്കിൽ ഈ നീർത്തോടുകളിലും ഈ കടലിൻ്റെ ചാലുകളിലും ഈ നീർക്കട്ടകളിലുമൊക്കെ ദൈവത്തിൻ്റെ അംശമായി അതൊക്കെ ദൈവാത്മാവ് ഉള്ളതാണെന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മൾ ചിന്തിക്കുക, മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ മാത്രം ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവാണ്, അവനിൽ അമർത്യമായി നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ, വാദിക്കുന്നവർ, ഇതൊന്ന് ചിന്തിക്കുക. അപ്പോൾ അവൻ്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ നീർക്കട്ടകൾ കാണായി വന്നു, കടലിൻ്റെ ചാലുകൾ കാണായി വന്നു, നീർത്തോടുകൾ കാണായി വന്നു. ഇതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനുഷ്യനിൽ ഊതപ്പെട്ട ഈ ആത്മാവ് അത് ദൈവത്തിൻ്റെ ഭാഗമല്ല, സകല ജീവജാലങ്ങൾക്കുമുള്ള അവരുടെ ജീവശക്തിയാണ്, ജീവശ്വാസമാണെന്ന് കാണാൻ സാധിക്കും. മറ്റൊരു പദമാണ് റൂഹ എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി അടുത്ത ഒരു ഭാഗമായിട്ട് പറയാം, കാരണം സമയം അതിക്രമിച്ചു പോകുന്നു. പലർക്കും ഇത് കേട്ട് പൂർത്തിയാക്കാൻ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാകും. അപ്പോൾ റൂഹ, ഞാൻ ആദ്യമേ പറഞ്ഞു നെഷേമ, റൂഹ, ഈ 2 പദങ്ങളാണ് ഇവിടെ മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ച് അല്ലെങ്കിൽ ജീവശ്വാസത്തെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നെഷേമ, റൂഹ ഇത് രണ്ടും മനുഷ്യന് എന്ന പോലെ തന്നെ മൃഗങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റൂഹ എന്നുള്ള പദത്തിന്, വാക്കിന് 12ലേറെ അർത്ഥങ്ങൾ ബൈബിളിലുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് പര്യവസാനിപ്പിക്കുക. ആ 12ലേറെ അർത്ഥങ്ങൾ റൂഹ എന്നുള്ള വാക്കിനുണ്ട്. അപ്പോൾ ആ അർത്ഥങ്ങൾ എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ ആത്മാവെന്നുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടുതൽ നമുക്ക് മനസ്സിലാകും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ, പ്രേരിപ്പിക്കട്ടെ. ഓരോന്നും ഓരോ കാര്യങ്ങളും കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ഇത് കേൾക്കുവാനുള്ള വലിയ കൃപ അത് ലഭിക്കട്ടെ. തിരിച്ചറിയാൻ, ചിന്തിക്കാനുള്ള ആ ഒരു കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ഏവരുടെയും ഇതുവരെയുള്ള അനേകർ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട്, എനിക്കറിയാം. ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ദിവസം തന്നെ നമുക്കിതിന് അടുത്ത ഭാഗം പരിശോധിക്കാം.